ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ എക്കോഡോട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് മലയാളത്തിൽ എങ്ങനെ ന്യൂസ് കേൾക്കാം, അലക്സ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ മലയാളത്തിൽ ന്യൂസ് കേൾക്കാവുന്നൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. എക്കോഡോട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ന് മുന്നേ ഞാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെൻ്റെ പഴയ കുറേ വീഡിയോസ് ഉണ്ട്, അതിൽ ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസ് എങ്ങനെ മലയാളത്തിൽ പ്ലേ ചെയ്യാന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സ്കില്ല് നമ്മുടെ അലക്സ സ്റ്റോറിൽ നിന്ന് റിമൂവ് ആയിപ്പോയി. അപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ പോലെ അലക്സയ്ക്കും ഒരു സ്കിൽ സ്റ്റോർ ഉണ്ട്. ആ സ്കിൽ സ്റ്റോറിൽ നിന്ന് ആരോ റിമൂവ് ചെയ്തു. എനിക്ക് എൻ്റെ ഓത്തർ തന്നെ റിമൂവ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വേറൊരു മലയാളം ചാനൽ, മലയാളത്തിൽ ഒരു കേബിൾ TV ചാനൽ നമ്മൾ ഇതിൽ ഓഡിയോ സ്ട്രീമിങ്, നമുക്ക് ന്യൂസ് ലൈവ് ഓഡിയോ സ്ട്രീമിങ് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്കോഡൗട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാം. അത് രണ്ടും ഞാൻ കാണിക്കാം. എൻ്റെ മൊബൈലിലാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഐപാഡിലായിരിക്കും ഈ അലക്സ ആപ്പ് കാണിക്കുന്നത്. ഈ സെയിം ആപ്പ് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മൊബൈലിലും ഡൗൺലോഡ് ചെയ്യാം. UI ഒന്നും ഒരു ചേഞ്ചസും ഇല്ല, ഇതിൽ കാണുന്ന പോലെ തന്നെ ആയിരിക്കും മൊബൈലിലും കാണുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ ഞാനൊന്ന് കാണിക്കാം നിങ്ങൾ ആ ന്യൂസ് ചാനൽ. അപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്യുന്ന സ്കില്ലെന്ന് പറയുന്നത്, അലക്സ വാട്ട്സ് ഓൺ ദി ന്യൂസ്. വോളിയം കൂട്ടാം. തുടങ്ങുമെന്നാണ് ജില്ലാ കലക്ടർ അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങും. ഏകദേശം 25,33,000 വോട്ടർമാർ നാളെ ജില്ലയിൽ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇവർക്ക് വേണ്ടി 2,987. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനൊരു വിത്ത് പ്രൂഫാണ് നിങ്ങൾ കാണിക്കുന്നത്. ഇതൊരു ചാനൽ, ഒരു മലയാളം ചാനലാണ്, ലൈവ് സ്ട്രീമിംഗ് ആണ് നടന്നത്. അപ്പോൾ ഇതിനി എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ അതിന് എങ്ങനെ ഈ സ്കില്ല് ഞാൻ യൂസ് ചെയ്തു. ഞാൻ വെറും ഒരു വാട്ട്സ് ഓൺ ദി ന്യൂസ് എന്ന് ചോദിച്ചപ്പോൾ തന്നെ ആ മലയാളം ചാനൽ പ്ലേ ആയി. അതും എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിതിനകത്ത് ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ അലക്സ ആപ്പ് ഓപ്പൺ ചെയ്യാം. നിങ്ങളത് പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്യണം. ഈ ആപ്പ് അലക്സ എന്നുള്ള ആ ഐക്കൺ കാണാൻ പറ്റും. അത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ, ആൻഡ്രോയിഡ് ആണെങ്കിൽ പ്ലേ സ്റ്റോറിലും, അതുപോലെ ആപ്പിൾ ആണെങ്കിൽ ആപ്പിളിൻ്റെ സ്റ്റോറുണ്ട്, അതിലും കയറി ഓപ്പൺ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ ആപ്പ് ലോഡാവാൻ കുറച്ച് സമയം എടുക്കും, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഈ മെയിൻ ഹോം മെനുവിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായി ലോഡായി വന്നോളും. എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും റൈറ്റ് സൈഡിൽ ഇവിടെ മോർ എന്നൊരു സെറ്റിങ്സ് ഉണ്ട്. നിങ്ങളുടെ ഈ ഒരു മെനു വരുന്നൊരു സെറ്റിങ്സ് ഉണ്ട്, ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി ഏറ്റവും അറ്റത്തുള്ളതിൽ. അപ്പോൾ ഇതിൽ പറയുന്നത് അതിൻ്റെ മെയിൻ സെറ്റിങ്സ് ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അതിനകത്ത് നമുക്ക് സ്കിൽസ് ആൻഡ് ഗെയിംസ് എന്നൊരു സെറ്റിങ്സ് അവിടെ തന്നെ കാണാം. ഈ ആൻഡ്രോയിഡ് ഫോണിലും iOS-ലും സെയിം ആണ് സെറ്റിങ്സ് എല്ലാം. അപ്പോൾ സ്കിൽസ് ആൻഡ് ഗെയിംസ് എടുക്കുക. അപ്പോൾ സ്കിൽസ് ആൻഡ് ഗെയിംസ് എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലൊരു നമ്മുടെ ആപ്പ് സ്റ്റോറോ അല്ലെങ്കിൽ നമ്മുടെ പ്ലേ സ്റ്റോർ പോലൊരു സ്റ്റോർ ഓപ്പൺ ആയി വരും. നമുക്ക് ഇതിൻ്റെ സ്കിൽസൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു സ്റ്റോർ ഓപ്പൺ ആയി വരും. ഇനി ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത് ഏത് ചാനലാണെന്ന് ഞാൻ പറയാം. News 18 എന്ന് പറയുന്നൊരു ചാനലാണ് ഇപ്പം നമുക്ക് സ്ട്രീം ചെയ്തത്. ഇപ്പോൾ കറൻ്റ്ലി അതാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിപ്പം. അപ്പം നമുക്കിവിടെ നോക്കാം. News 18 ഇവിടെ നിങ്ങൾക്കൊരു സെർച്ച് മെനു കാണാം. ഈ സെർച്ച് ബട്ടണിൽ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ നമുക്ക് News 18 News 18 കേരള, രണ്ടാമത് നടക്കുന്നത് News 18 കേരള. അപ്പോൾ News 18 എല്ലാ സ്ഥലത്തെയും ന്യൂസ് ചാനലുകൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കേരളത്തിൻ്റെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിപ്പോൾ ഡിസേബിൾ സ്കില്ലായിരിക്കും ആദ്യം ഇത് കാണുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് എങ്ങനെ എടുക്കുമ്പോൾ എന്താ കാണുന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത് നമ്മൾ ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുമ്പോൾ. അപ്പോൾ എനേബിൾ ടു യൂസ് കൊടുക്കാൻ പറ്റും. എനേബിൾ ടു യൂസ് കൊടുത്തു. പിന്നെ ഈ അലക്സയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ വാട്ട്സ് ഓൺ ദി ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ കറണ്ട് ന്യൂസുകൾ വായിച്ച് കേൾപ്പിക്കും. അതിനത് യൂസ് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് സ്കിൽസാണ്. സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്പാണ്. ഫോർ എക്സാമ്പിൾ ഒരു ആപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാനേ. അപ്പോൾ അത് ലോഡായിക്കൊണ്ട് ഇപ്പം BBC ആണെങ്കിൽ BBCയുടെ ഒരു സ്കിൽ ഓപ്പൺ ആയിട്ട് BBCയുടെ ലൈവ് സ്ട്രീം വരും. അതല്ല CNN ആണെങ്കിൽ CNN-ൻ്റെ ആപ്പ് ഓപ്പൺ ആയിട്ട് ലൈവ് സ്ട്രീം വരും. ഈ സ്കില്ലെല്ലാം നമ്മൾ എനേബിൾ ചെയ്ത് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ BBC, CNN എല്ലാം സെർച്ച് ചെയ്തിട്ട് ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാനേജ് ഫ്ലാഷ് ബ്രീഫിംഗ് സെറ്റിങ്സ് എടുക്കുമ്പോഴത്തേക്ക് മാനേജ് ഫ്ലാഷ് ബ്രീഫിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ? അത് ക്ലിക്ക് ചെയ്യാം.
ഇവിടെ വരുമ്പോഴത്തേക്ക് കണ്ടില്ല, ഞാൻ എനേബിൾ ചെയ്തേക്കുന്ന എല്ലാ സ്കില്ലും ഓർഡറിൽ വന്നിട്ടുണ്ട്. കണ്ടില്ല, ഓർഡറിൽ കാണാൻ പറ്റും. ഞാൻ ഇതെല്ലാം എനേബിൾ ചെയ്താൽ കുത്തിയിരുന്ന്. അപ്പം ഇത് കുറേ ന്യൂസ് ചാനലുണ്ട്, ന്യൂസ് ടൈംസ് ഓഫ് ഇന്ത്യ ഉണ്ട്, NDTV ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ടാണ് ഇതെല്ലാം എനേബിൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ടോപ്പ് ന്യൂസ് ഉണ്ട്, ഇത് ഡെയിലി ഉണ്ട്, റോയിറ്റേഴ്സ് ഉണ്ട്, പിന്നെ ജിയോ എക്സ്പ്രസ്, അങ്ങനെ കുറേ ന്യൂസ് ചാനലുകൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൽ വേറൊരു കാര്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നമ്മൾ പുതിയൊരു സ്കില്ല് എനേബിൾ ആയി കഴിഞ്ഞാൽ അത് ഏറ്റവും താഴെ വന്ന് കിടക്കും. നമ്മളത് ഡീഫോൾട്ടായിട്ടൊരു ന്യൂസ് ചാനൽ നമ്മൾ ജസ്റ്റ് പോയി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും ബോട്ടത്തിൽ താഴെ സൈഡിലാണ്, ന്യൂസ് ചാനലിൻ്റെ ഏറ്റവും ബോട്ടത്തിലാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ കേസിൽ കണ്ടില്ല, ഇവിടെ ന്യൂസ് 18 ഏറ്റവും താഴെ കിടപ്പുണ്ടല്ലോ ഓർഡറിൽ. അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ഏറ്റവും മുകളിലാക്കണം. അപ്പോൾ എനിക്കിവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും, എഡിറ്റ് ഓപ്ഷൻ ആണ് കണ്ടില്ല, ഇവിടെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ന്യൂസ് 18 ഇവിടുന്ന് സെലക്ട് ചെയ്ത് ഏറ്റവും മുകളിൽ കൊണ്ടുപോകണ്ടില്ല, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഏറ്റവും മുകളിൽ വന്നു. അപ്പോൾ വാട്ട്സ് ഓൺ ദി ന്യൂസ് എന്നുള്ള സ്കില്ല് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ആദ്യം പ്ലേ ആവുന്നത് മലയാളം ന്യൂസ് 18 ആയിരിക്കും. അതല്ല എനിക്ക് റോയിറ്റേഴ്സ് ആണ് വേണ്ടെങ്കിൽ ഞാനിവിടെ പ്രസ് ചെയ്തിട്ട് റോയിറ്റേഴ്സ് എടുത്തിട്ട് ഡൺ കൊടുത്തു. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. അലക്സ, വാട്ട്സ് ഓൺ ദി ന്യൂസ്. Here's your news. From Reuters. How can you be sure you're picking a charity where you കണ്ടില്ലേ, make the biggest ഇപ്പോൾ അത് ഇംഗ്ലീഷിലാണ്, പ്രയോറിറ്റി ബേസിലാണ് പ്ലേ ആവുന്നത്. ഇപ്പം പ്രയോറിറ്റി വന്നേക്കുന്നത് റോയിറ്റേഴ്സാണ്. സ്റ്റോപ്പ്. ഇനി ഞാൻ ന്യൂസ് 18 എടുത്ത് മുകളിലിടുമ്പം ഓട്ടോമാറ്റിക് ന്യൂസ് 18 ഫസ്റ്റ് പ്ലേ ആവും. അലക്സ, വാട്ട്സ് ഓൺ ദി ന്യൂസ്. Here's your news. From News 18 Kerala Live TV. സുരേഷ്, 8:30യോടുകൂടി തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ ഇപ്പോൾ വിതരണ കേന്ദ്രത്തിൽ നിന്ന് സ്റ്റോപ്പ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇതൊന്നും വേണ്ട, ഈ ഒരു സെറ്റിങ്സ് ഒന്നും നമ്മൾ എനേബിൾ ചെയ്യാതെ തന്നെ നമുക്ക് വെറുതെ നമ്മൾ അലക്സയോട് പറഞ്ഞാലും, അലക്സ പ്ലേ ന്യൂസ് 18 മലയാളം. Here it is. From News 18 Kerala Live TV. സുരേഷ്, 8:30യോടുകൂടി തെരഞ്ഞെടുപ്പ് സ്റ്റോപ്പ്. സെയിം മെത്തേഡിൽ നമുക്ക് ഓൾ ഇന്ത്യ റേഡിയോയുടെ എല്ലാ ഭാഷകളും നമുക്കിതിൽ പ്ലേ ചെയ്യാൻ പറ്റും, മലയാളം പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിൽ പോവുക, സ്കില്ലിൽ പോവുക, ഇവിടെ നമ്മൾ അവിടെ സെർച്ച് ബട്ടൺ ഉണ്ട്, അവിടെ പോയി AIR മലയാളം എന്ന് സെർച്ച് ചെയ്താൽ മതി. AIR കൊടുത്ത് വന്നില്ല, നമുക്ക് ഓൾ ഇന്ത്യ റേഡിയോ കൊടുക്കാം. ഓൾ ഇന്ത്യ റേഡിയോ വന്നപ്പോൾ എടുത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഓൾ ഇന്ത്യ റേഡിയോ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഞാൻ കാണിക്കാം. ഓൾറെഡി എനേബിൾഡ് ആണ് എൻ്റെ സിസ്റ്റത്തിൽ, ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളോട് ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനേബിൾഡ് സ്കിൽ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നമ്മളിനി ഇതെങ്ങനെ യൂസ് ചെയ്യാം, ഈ ആപ്പിൻ്റെ കുറിച്ച് അറിയാം നമുക്ക്. ഈ ആപ്പ് എന്ന് പറയുന്നത് അലക്സ ആപ്പാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും എല്ലായിടും നമുക്കിത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് ആമസോൺ ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ പ്രൈം മ്യൂസിക്കിനോ യൂസ് ചെയ്യുന്ന ഇമെയിൽ അഡ്രസ്സും പാസ്വേഡുമാണ് ഇതിനും വേണ്ടത്. കാരണം ഇത് ആമസോണിൻ്റെ ആപ്പാണ്. ആമസോണിൽ നമ്മൾ സൈൻ ഇൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇമെയിൽ അഡ്രസ്സും പാസ്വേഡാണ് ഇതിന് വേണ്ടുന്നത്. അപ്പോൾ അത് എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്പിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. ഈ ആപ്പ് ലോഗിൻ ചെയ്താൽ ഇതുപോലൊരു UI വരും. ഈ UIയിൽ പിന്നെ ഞാൻ മുന്നേ കാണിച്ച പോലെ സ്കിൽസ് എടുത്തിട്ട് സ്കിൽസിൽ നമുക്ക് ഇഷ്ടമുള്ള സ്കില്ല് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കുള്ള സ്കിൽസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സെർച്ച് ചെയ്ത് മലയാളത്തിലുള്ള കോമഡീസ് ആണെങ്കിലും പാട്ടുകളാണെങ്കിലും എല്ലാത്തിനുള്ളൊരു സ്കിൽസ് ഇതിലുണ്ട്. അതിനുശേഷം സ്കിൽസൊക്കെ എനേബിൾ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ എക്കോ ഡോട്ട് ഉണ്ടെങ്കിൽ എക്കോ ഡോട്ട് വഴി അത് അതിൻ്റെ സ്കിൽ നെയിം അതിൽ തന്നെ കാണും. ഇപ്പോൾ ഒരു സ്കില്ല് ഓപ്പൺ ചെയ്ത് അതിൻ്റെ സ്കിൽ നെയിം എങ്ങനെ അത് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ അതിൽ തന്നെ കാണിക്കും. അപ്പോൾ നമ്മൾ പിന്നെ അത് നോക്കി അങ്ങ് ചെയ്താൽ മതി. ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഒരു സ്കില്ല് എടുക്കുകയാണെങ്കിൽ ആ സ്കില്ല് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് അവർ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഈ സ്കിൽ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അലക്സ ഓപ്പൺ ഓഡിബിൾ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്, ഓഡിബിൾ സുമോ. അപ്പോൾ അതുപോലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽ ആക്ടിവേറ്റ് ആവും. പിന്നെ
ഞാൻ മുന്നേ പറഞ്ഞു നമുക്കിതിന് എക്കോ ഡോട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതിന് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും മുകളിലൊരു അലക്സ ബട്ടൺ കാണാൻ പറ്റും, കണ്ടില്ലേ? അതെന്ന് പറയുന്നത് അലക്സ ഇൻബിൽട്ടായിട്ട് ഈ സോഫ്റ്റ്വെയറിലുണ്ട്. അലക്സ അസിസ്റ്റൻറ്റ് ഇൻബിൽട്ടായിട്ട് ഈ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യും. നമുക്കിപ്പോൾ റെക്കോർഡ് ഡോട്ടിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു മൊബൈലാണെങ്കിലും നമുക്കൊരു ഇതാണെങ്കിലും നമുക്ക് ഈ ഇതുണ്ടെങ്കിൽ നമുക്ക് മൊബൈലിൽ തന്നെ നമുക്ക് വെറുതെ നമ്മൾ അലക്സ എന്ന് വിളിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നമുക്ക് അസിസ്റ്റൻ്റ് എനേബിൾ ആവും. അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ കാണണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് നമ്മൾ ടാപ്പ് ചെയ്യാം. അലക്സ പ്ലേ ഓൾ ഇന്ത്യ റേഡിയോ മലയാളം. ഓൾ ഇന്ത്യ റേഡിയോ മലയാളം. ലക്ഷ്മണരേഖ എന്ന ചിത്രത്തിലെ പാട്ടാണിത്. PV കുര്യാക്കോസ് എഴുതിയ കുംഭസാരം എന്ന നാടകമാണ് ID ശശി. അതിപ്പോൾ പാട്ടൊക്കെയാണ്, അതുകൊണ്ടാണ് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് ഞാനത് സൗണ്ട് കുറച്ചത്. അലക്സ സ്റ്റോപ്പ്. വാട്ട്സ് ഓൺ ദി ന്യൂസ്? Here's your news. അപ്പോൾ അതും നമുക്കിവിടെ പ്ലേ ആവുന്നുണ്ട്. ന്യൂസ് 18 അതും പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം നമുക്ക് ഈ ആപ്പ് വഴിയും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ഈസിയാണ്. നിങ്ങളുടെ ഇമെയിൽ വെച്ച് ലോഗിൻ ചെയ്യാം, ആപ്പിൽ കോൺഫിഗർ ചെയ്യാം, പ്ലേ ചെയ്യാം. അല്ലെങ്കിൽ എക്കോ ഡോട്ട് ഉണ്ടെങ്കിൽ ആപ്പിൽ സ്കിൽ എനേബിൾ ചെയ്തിട്ട് നമുക്ക് എക്കോ ഡോട്ട് യൂസ് ചെയ്യാൻ പറ്റും. എക്കോ ഡോട്ട് വഴി വേണമെങ്കിൽ നമുക്ക് സ്കിൽ എനേബിൾ ചെയ്യാൻ പറ്റും. സ്കില്ലുണ്ടെങ്കിൽ ആ സ്കിൽ നെയിം ചോദിച്ചു കഴിഞ്ഞാൽ എക്കോ ഡോട്ട് തന്നെ ആക്ടിവേറ്റ് ചെയ്ത് തരും. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.